സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷിയും സീപ്പിയും കൂടെ കൂടി ലീനയുടെ കുഴിമാടത്തിൽ ആദ്യമായിട്ട് വരുന്നതാണ്. അങ്ങനെ വന്നതിന് ശേഷം ഈ ഋഷിയാണെങ്കിൽ ലീനയോട് സംസാരിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സീപ്പിക്കാണെങ്കിൽ ആകെ ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട് ഈ ലീനയോട് ഇങ്ങനെ സംസാരിക്കണ കേട്ടിട്ട്. ആ സമയത്താണ് സീപ്പിക്ക് മനസ്സിലാവുന്നത് ഈ ഋഷിക്ക് ലീനയെ അത്രയധികം ഇഷ്ടമായിരുന്നു എന്ന്. സാധാരണ ഒരു പ്രണയമായിരുന്നില്ല ഇവർ തമ്മിലൊന്നും. അതാണ് പ്രഭാവതി തകർത്ത് കളഞ്ഞത്. ആ ഒരു ശത്രുത ഋഷിക്ക് എന്തായാലും പ്രഭാവതിയോട് പോകില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സീപ്പി ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ഋഷി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ പ്രഭാവതിയോട് പ്രതികാരം ചെയ്തില്ലല്ലോ എന്നല്ലേ. അങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ നിൻ്റെ കുഴിമാടത്തിൽ വരാതിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആ പ്രഭാവതിയെ വെറുതെ വിടാൻ പോകുന്നില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എന്തായാലും ഞാനിപ്പോൾ പോവുക. ഇനിയിപ്പോൾ വരുന്നത് പ്രഭാവതിയോടുള്ള പ്രതികാരം തീർത്തതിന് ശേഷമായിരിക്കും. നീ സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയം സീപ്പി ഋഷിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലീന മരിച്ചതിൻ്റെ പേരിൽ പ്രഭാവതിയോട് പ്രതികാരം ചെയ്യാൻ പോകുമ്പം ലീനയെ പ്രഭാവതി കൊന്നതൊന്നും അല്ലല്ലോ. ലീനയെ പ്രഭാവതി തല്ലിയതിൻ്റെ പേരിൽ ലീന ടെറസിൽ നിന്ന് വീണ് മരിച്ചതല്ലേ. അതിന് പ്രഭാവതി എങ്ങനെയാണ് തെറ്റുകാരിയാവണേന്ന്. ആ സമയം ഋഷി പറയുന്നുണ്ട്, പ്രഭാവതി തെറ്റുകാരി തന്നെയാണ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് അവളെ തല്ലിയതുകൊണ്ട് ആ മനപ്രയാസത്തിലാണ് അവൾ ആത്മഹത്യ ചെയ്ത്. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ലീന എന്നെ വിട്ടു പോവില്ലായിരുന്നു. ഇപ്പോൾ അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായേനെന്ന്. ആ സമയത്ത് സീപ്പി വീണ്ടും ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഋഷി ശരിയാവണേ? ലീനയെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം പ്രഭാവതിയുടെ കെയർ ഓഫിലല്ലേ. അപ്പോൾ പിന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ പ്രഭാവതിക്കും കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവുമല്ലോ. അന്ന് ഋഷിയാണെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതറിഞ്ഞിട്ടല്ലേ പ്രഭാവതി ഋഷിയും ലീനയുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തതും. അന്ന് ആ ഒരു സാഹചര്യത്തിൽ ലീനയെ കണ്ടപ്പം പ്രഭാവതിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ടല്ലേ പ്രഭാവതി അവളെ തല്ലിയത്. അല്ലാതെ ലീന മരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രഭാവതി തെറ്റുകാരിയല്ല ഋഷി. ആ സമയം ഋഷി പറയുന്നുണ്ട്, പിന്നീട് അവരെന്നെ വണ്ടി വെച്ച് ഇടിച്ചതോന്ന് ചോദിക്കുമ്പം അതിലവർ തെറ്റുകാരിയാണ്. ആ കുറ്റം അവർ സ്റ്റേഷനിൽ ഏറ്റു പറയാൻ ചെന്നതാണല്ലോ. അപ്പോൾ അരുന്ധതിമേടെ അല്ലേ അതിന് സമ്മതിക്കാതെ എനിക്ക് പരാതിയില്ല എന്ന് സ്റ്റേഷനിൽ എഴുതി കൊടുത്തത്. വീണ്ടും നമ്മൾ അവരോട് പ്രതികാരം ചെയ്യാൻ പോകുന്നത് മോശമല്ലേ ഋഷിന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, സീപ്പി ഇപ്പോൾ അവരുടെ ആളാണോ അതോ ഞങ്ങളുടെ ആളാണോ? എന്തായാലും ഞാനും അമ്മയും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. എന്തായാലും വീട്ടിൽ ചെന്ന് അമ്മയുമായി കണ്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാമെന്നും പറഞ്ഞ് അവർ കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗൗരീനെയാണ്. ഗൗരിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അമ്മ ദേവികയുടെ വീട്ടിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവിടെ പോയി വഴക്കുണ്ടാക്കുവാണോ? അമ്മയുടെ ഒരു കാര്യം, പ്രഭാവതി ആൻറ്റിക്ക് വേണ്ടി അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും. പ്രഭ ആൻറ്റി ആരെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ കൊല്ലാനും മടിക്കൂല. അമ്മയൊന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നേരത്ത് നമ്മളുടെ ഭാർഗവി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭാർഗവി വരുന്നത് നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ തന്നെ ഗൗരിക്ക് സമാധാനമാവുന്നുണ്ട്. ഗൗരി മനസ്സിൽ പറയുന്നുണ്ട്, അവിടെ അമ്മ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് തോന്നുന്നു. അമ്മ നല്ല സന്തോഷത്തിലാണല്ലോ തന്നെ. അതേതായാലും നന്നായിരുന്നു. അങ്ങനെ ഭാർഗവീനെ കണ്ടതും ഗൗരി അമ്മയെ ദേവികയെ കാണാൻ പോയിട്ട് എന്തായി, ദേവിക എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഞാൻ ദേവികയോട് മോശമായി പെരുമാറിയതിനൊക്കെ ഞാൻ ദേവികയോട് മാപ്പ് പറഞ്ഞു. ആദ്യം ദേവിക എന്നോട് കുറച്ച് മോശമായിട്ടാണ് പെരുമാറി. അപ്പം ഞാൻ വിചാരിച്ചു ദേവികയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. പക്ഷേ അത് ദേവിക എൻ്റെ അടുത്ത് അഭിനയിച്ചതാണ് എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി. അവൾക്ക് എന്നോടൊരു ദേഷ്യമില്ല. ഞാൻ പറഞ്ഞതൊക്കെ അപ്പോഴേ അവൾ മറന്നു കളഞ്ഞെന്നാണ് പറഞ്ഞത്. എന്തായാലും ദേവിക ജയിച്ചത് നന്നായിന്ന്. ആ സമയത്ത് ഗൗരി ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ ഇപ്പോൾ എങ്ങനെ അഭിപ്രായം മാറ്റി പറയണേ? ഇത്രയും ദിവസം പ്രഭ ആൻറ്റി ജയിക്കണം ദേവിക തോക്കണം എന്നും പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ ദേവിക ജയിച്ചതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ പറയണേന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, പ്രഭക്കുഞ്ഞ് ജയിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ആ പ്രഭക്കുഞ്ഞ് തോറ്റുപോയില്ലേ. അപ്പോൾ പിന്നെ ദേവിക ജയിക്കണേനെ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ. എന്തായാലും ദേവികയെ ഞാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇപ്പോൾ ചന്ദ്രോത്ത് പ്രഭക്കുഞ്ഞും ദേവികയൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് ജീവിക്കണേ. അതുകൊണ്ട് തന്നെ ഇനി ചന്ദ്രോത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അമ്മയുടെ ഈ സ്വഭാവം എനിക്ക് മനസ്സിലാവാത്ത. പ്രഭ ആൻറ്റിക്ക് ദേവികയെ ഇഷ്ടമാണെങ്കിൽ അമ്മയ്ക്കും ഇഷ്ടമാണ്, പ്രഭ ആൻറ്റിക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മയ്ക്കും ഇഷ്ടമല്ല. അമ്മ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ആദ്യം ദേവികയെ അമ്മ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പ്രഭ ആൻറ്റിയുടെ കാര്യം പറഞ്ഞ്. ഇപ്പോഴും അമ്മ അങ്ങനെ തന്നെ. പ്രഭ ആൻറ്റിയുടെ ശത്രുക്കളെല്ലാം അമ്മയുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അമ്മയുടെ ഈ സ്വഭാവം മാറ്റണം. അമ്മയോട് വ്യക്തിപരമായ ഒരു ദ്രോഹവും ചെയ്യാത്തവരെ അമ്മ എന്തിനാണ് ശത്രുവായി കാണണേന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, അത് വേറെ ഒന്നുകൊണ്ടും അല്ല ഗൗരി, പ്രഭക്കുഞ്ഞിനെ എനിക്ക് അത്രയ്ക്ക് ജീവനാണ്. പ്രഭക്കുഞ്ഞിന് വേണ്ടി ഞാൻ ആരോടും തർക്കിക്കും. അത് എൻ്റെ സ്വഭാവമായിപ്പോയി. ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല എന്ന്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയും ദേവികേനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ ഒരു ഫയലൊക്കെ കൊടുത്തിട്ട് ദേവികയോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതി വന്നിട്ട് ദേവികയെന്നും പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, ഇനി മുതൽ വീട്ടുജോലിയിലോ അല്ലെങ്കിൽ വെറുതെ വർത്താനം പറയാനോ ഒന്നും ദേവികയെ പ്രതീക്ഷിക്കരുത്. ദേവികയ്ക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ദേവികയുടെ കാര്യത്തിൽ പ്രഭ ഇടപെടാനോ ദേവികയോട് അധികം സംസാരിക്കാനോ നിൽക്കരുത്. ദേവിക ഇപ്പോൾ പ്രഭയുടെ മരുമകൾ മാത്രമല്ല ഈ നാട്ടിലെ MLA കൂടി. അതുകൊണ്ട് ആ ഒരു തിരക്ക് ദേവികയ്ക്ക് ഉണ്ടാവും. അത് പ്രഭ മനസ്സിലാക്കണം. അത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ നല്ലൊരു അടി കിട്ടിയതുപോലെ തന്നെ ആവുന്നുണ്ട്. സിദ്ധാർത്ഥനിൽ നിന്നും അങ്ങനെ ഒരു സംസാരം ഒരിക്കലും പ്രഭാവതി പ്രതീക്ഷിച്ചിരുന്നില്ല. ആ സമയത്ത് പ്രഭാവതിക്ക് അങ്ങ് സങ്കടം വന്നിട്ട് പ്രഭാവതി വേഗം തന്നെ ഒന്നും മിണ്ടാണ്ട് തിരിച്ചു പോകുന്നുണ്ട്. പ്രഭാവതി പോയി കഴിഞ്ഞതും ദേവിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഇങ്ങനെ പറഞ്ഞ് അമ്മയ്ക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുമ്പം അതിന് ഫീൽ ചെയ്യാൻ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല മോളെ. മോൾക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് മോള് ശല്യം ചെയ്യരുതെന്നല്ലേ പറഞ്ഞോളൂ എന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട്, അതങ്ങനെ പറയണ്ടായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും അമ്മയ്ക്ക് നല്ല സങ്കടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ ആ ദേഷ്യവും കൂടി എന്നോട് തീർക്കും ചിലപ്പോൾ. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇനി പ്രഭ പഴയതുപോലെ ഒന്നും മോളോട് പെരുമാറില്ല. പ്രഭയുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി. എന്നാലും എനിക്കെന്തോ ആകെ ഒരു വിഷമമാണ് എന്ന് പറയുമ്പോൾ, മോൾ അതോർത്തൊന്നും ടെൻഷനാവണ്ട, ഞാൻ പ്രഭയോട് സംസാരിച്ചോളാം, പ്രഭ ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലെന്ന്. അങ്ങനെ സിദ്ധാർത്ഥൻ പ്രഭാവതിനെ നോക്കി ചെല്ലുന്ന സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം സിദ്ധാർത്ഥൻ ചെന്നിട്ട് പ്രഭ താനെന്താ ഇവിടെ വന്ന് നിൽക്കണേന്ന് ചോദിക്കുമ്പം, അതെന്താ എനിക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല, ഇനിയിപ്പോൾ ഇത് MLA താമസിക്കുന്ന വീടാണെന്നും പറഞ്ഞ് ഞാൻ ഇവിടുന്ന് മാറി താമസിക്കണോ സിദ്ധുന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥന് മനസ്സിലാവുന്നുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രഭാവതിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേന്ന്. പ്രഭ എന്താ അങ്ങനെ പറയണേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇനി മുതൽ വീട്ടുജോലി ചെയ്യാനൊന്നും ദേവികയ്ക്ക് സമയമില്ല എന്ന് വിചാരിച്ച് പറഞ്ഞതാ. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, പ്രഭ എന്നോട് ക്ഷമിക്കുക. ഇനി ഇതിൻ്റെ പേരിൽ ദേവിയോട് ദേഷ്യമൊന്നും കാണിക്കണ്ടെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അല്ലെങ്കിലും സിദ്ധുവിന് ഇപ്പോൾ ദേവികയെക്കുറിച്ച് മാത്രമല്ലേ ചിന്തയുള്ളൂ. സിദ്ധു അതെ നന്ദു അതെ ദേവികയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒപ്പം നിൽക്കാൻ ആരുമില്ല, എനിക്ക് ഭർത്താവും ഇല്ല മകനും ഇല്ല. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, പ്രഭ നീ വീണ്ടും പഴയതുപോലെ തന്നെ ആവുകയാണെന്ന് ചോദിക്കുമ്പം, ഇല്ല സിദ്ധു, ഞാനിനി ഒരിക്കലും പഴയതുപോലെ ഒന്നും ആവില്ല, അതോർത്ത് സിദ്ധു ടെൻഷൻ ആവുമൊന്നും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് ആ വിമല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ്. ആ ആക്സിഡൻറ്റിൽ പെട്ട സ്ത്രീയെ അവരുടെ അടുത്തേക്ക് പ്രഭാവതി ചെന്നിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം പ്രഭാവതി ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, എന്തായാലും ദേവിക മോള് നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണല്ലോ സ്വന്തം സ്ഥാനം പോലും മറന്ന് ആ മോള് എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നേന്ന്. ആ സമയത്ത് പ്രഭാവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് ദേവികയല്ല, ഞാൻ പറഞ്ഞിട്ടാണ്, അല്ലാതെ ദേവികയുടെ സ്വന്തം ഇഷ്ടത്തിന് അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ലാന്ന്. പക്ഷേ ഇവരോടത് പറയണമൊന്നുമില്ല കേട്ടോ. ആ സമയത്ത് അവർ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഇതിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നീട് പ്രഭാവതിയുടെ ഫോണിലോട്ട് രജനി വിളിക്കുന്നുണ്ട്. രജനിയുടെ കോൾ കണ്ടതും രജനി അല്ല വിളിക്കണേന്ന് മുന്നേ പ്രഭാവതി ഫോൺ എടുത്തതും, എന്താ രജനി എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതല്ലാമേ അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്, അസുഖം കുറഞ്ഞ് അവരെ പറഞ്ഞു വിടാറായോ എന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി വേഗം തന്നെ അവരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറിപ്പോകുന്നുണ്ട്. എന്നിട്ട് രജനിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ രജനി പ്രശ്നം, ഒരു കുറച്ച് ദിവസം ഇവിടെ നിന്നോർത്ത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവസാനം ഇനി അവരെ ഒഴിവാക്കാൻ വേണ്ടി അമ്മ അടുത്ത യുദ്ധത്തിന് പുറപ്പെടാണ്ടിരുന്നാൽ മതി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർക്ക് നല്ലോണം ഭേദമായി കഴിഞ്ഞാൽ ഏതെങ്കിലും സാമൂഹിക സംഘടനകളോട് പറഞ്ഞ് അവരെ ഏറ്റെടുക്കാൻ പറയാം, അല്ലാതെ ഇവിടെ തന്നെ നിർത്താനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഒരാഴ്ച കൂടുതലൊന്നും അവരെ ഞാനിവിടെ നിർത്തൂല എന്ന് പറയുന്നു. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലായിരിക്കും അമ്മ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോണേ. അതുകൊണ്ട് അമ്മ എന്ത് തീരുമാനം എടുക്കുമ്പോഴും 2 വട്ടം ആലോചിക്കണം, അതുപോലെ തന്നെ അച്ഛനോട് ചോദിക്കാതെ ഇനി ഒരു തീരുമാനം എടുക്കരുതെന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ഞാനിനി അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിനും പോവില്ല, എന്തായാലും നീ ഫോൺ വച്ചേരെന്ന് പറഞ്ഞു. അങ്ങനെ രജനി ഫോൺ കട്ട് ചെയ്തതും ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, മേഡം എന്ത് പറഞ്ഞു രജനിന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ആ സ്ത്രീയെ അമ്മ അവിടെ താമസിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചേക്കണം, ഞാൻ അമ്മയോട് പറഞ്ഞു അവരെ വിട്ടേരെ, ഇനി അതിൻ്റെ പേരിൽ പുതിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണ്ടെന്ന്. അപ്പോൾ അമ്മയ്ക്ക് അത് പറ്റില്ല, അമ്മ ദേവികയെ ഇപ്പോൾ പുണ്യവതി ആക്കാനാണ് നോക്കണം, സാമൂഹിക പ്രവർത്തനം ഉണ്ടെന്നുള്ള രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുമെന്ന് അമ്മ പറയണേ. എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അമ്മയ്ക്ക് തന്നെ പാരയായിട്ട് വരുമെന്ന്. ഞാനെന്തായാലും വീട്ടിലോട്ടൊന്ന് പോകുന്നുണ്ട്, വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ട് അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ പറയുന്നു പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, നീ ഈ ഒരു കാര്യവും പറഞ്ഞ് ചന്ദ്രത്തേക്ക് പോയിന്നെങ്ങാനും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന്. ആ സമയം ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, നീ എന്താ ഗിരി ഇങ്ങനെയൊക്കെ പറയണേ, എവിടെയോ കിടന്ന ഒരു സ്ത്രീയെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു, അവർക്ക് എന്തെങ്കിലും
സംഭവിക്കുകയോ അവർ പെട്ടെന്ന് മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ചന്ദ്രോത്തുള്ളവർ ഏറ്റെടുക്കേണ്ട വരൂലേ. പിന്നെ അതിൻ്റെ പുറകെ കേസും വയ്യാവേലിയൊക്കെ ആയിട്ട് നടക്കേണ്ട വരൂലേ. അതുകൊണ്ടല്ലേ രജനി ഇങ്ങനെ പറയണത്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് അതൊക്കെ ചന്ദ്രോത്തുള്ളവർ തന്നെ നോക്കിക്കോളും. പ്രഭാവതി മേഡം അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. അതുപോലെ തന്നെ അവിടെ സിദ്ധാർത്ഥൻ സാറും ഇല്ലേ, പിന്നെ നന്ദുവും ദേവികയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ആ കേസിലൊന്നും ഇടപെടാൻ പോകണ്ട. ഇതേസമയം നമ്മളുടെ അരുന്ധതിനോട് ഋഷി വന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പ്രഭാവതിയോട് പ്രതികാരം വീട്ടണം. ലീനയുടെ ആത്മാവിന് എന്നാലേ ശാന്തി ലഭിക്കുള്ളൂ. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അതിന് നീ ടെൻഷൻ ആവണ്ട ഋഷി. പ്രഭാവതിയെ നമ്മൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. പ്രഭാവതിയോട് പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ ലീനയുടെ ആത്മാവിന് ശാന്തി കിട്ടുമല്ലോ എന്ന്. ഈ സമയത്ത് നമ്മളുടെ CP ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. CPക്കാണെങ്കിൽ ഇവരുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് CP നിൽക്കുന്നത്. അങ്ങനെ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.